നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. പ്രചാരണത്തിന് ഇനി സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത് കൃത്യം 2 ആഴ്ച. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മുടെ പ്രതിനിധികളുമുണ്ട്. ആദ്യം അലി അക്ബർ ഷായിലേക്ക് പോകാം. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിംഗ്. LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൂടുതൽ ഇടങ്ങളിൽ എത്തിച്ചേരുക എന്ന ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണോ? ഇന്ന് എവിടെയാണിപ്പോൾ? ഗുഡ് ഈവനിംഗ്. തീർച്ചയായും LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകരമായി ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ മുണ്ട എന്ന സ്ഥലത്ത് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരു ജനക്കൂട്ടം ഈ പ്രദേശത്താകെ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ കാണാനായി കുട്ടികളെല്ലാം സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കത്തി നിൽക്കുന്നൊരു സമയമാണ്. ഇതെല്ലാം തന്നെ പ്രചരണത്തിലുടനീളം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടായ പരാമർശം, KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം, അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി, രാഷ്ട്രീയ ആയുധമായി മണ്ഡലത്തിൽ മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ ഈ പെൻഷൻ പരാമർശം വലിയൊരു തിരിച്ചടി UDF സമ്മാനിക്കുമോ? സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം 60 ലക്ഷം മനുഷ്യരാണ്, പാവപ്പെട്ട മനുഷ്യരാണ് പെൻഷൻ വാങ്ങുന്നത്. അവരെ കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിക്കാൻ ഒരു അവസരം ഒരു മുതിർന്ന നേതാവ് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം എന്ന് പറഞ്ഞത്. അത് തിരുത്തുന്നതാണ് മനുഷ്യത്വപരം. രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിസ്സഹായരായ മനുഷ്യരെ അധിക്ഷേപിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. നേതാവ് അനുകൂലിക്കുകയാണ് KCയെ. ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായി എടുത്ത് ചോദ്യം ചോദിക്കാനോ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആരുടെയും പേര് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ആരും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും സുജയ, ഈ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് KC വേണുഗോപാൽ വോട്ടർമാരെ അപമാനിക്കുന്ന നിലയിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നത് തന്നെയാണ് CPM-ന്റെ നിലപാട്. ഓരോ ഇടങ്ങളിലും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി. അതാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥിക്കും സംഘത്തിനും വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. മുതിർന്ന വോട്ടർമാരെ ഒക്കെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയാണ്. പരമാവധി വീടുകളിലേക്ക് ഓടിയെത്താൻ സ്വരാജിന്റെ ശ്രമം തുടരുകയാണ്.